Hi friends, welcome to Ask IAS. Simplifying important cases in Ask IAS YouTube സീരീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ 70 വർഷത്തിനകത്ത് അല്ലെങ്കിൽ പാസ്റ്റ് 70 ഇയേഴ്സിനകത്ത് വന്നിട്ടുള്ളതിൽ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കേസിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന ഒരു കേസാണ്. കാരണം UPSC സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും കേട്ടിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസ്. കേശവാനന്ദ ഭാരതി കേസാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഈ കേശവാനന്ദ ഭാരതി കേസിനെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയധികം ഫാർ റീച്ചിങ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയധികം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മറ്റൊരു കേസും ഇത്രയും കാലത്തിനടുത്ത് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്രയധികം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ഈ കേസ് എന്ന് പറയുന്നത് 1973 സുപ്രീം കോടതി ഈ കേസിന്റെ വിധി പറയുന്നത്. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ഈ കേസിന്റെ പേര്. കേശവാനന്ദ ഭാരതി എന്ന് പറയുന്ന ആള് നമ്മുടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള, അതായത് കേരളത്തിലെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സന്യാസി മഠത്തിന്റെ മഠാധിപതി ആയിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സന്യാസി ആയിരുന്നു, ഒരു സൈന്റ് ആയിരുന്നു ആക്ച്വലി കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത്. ഈ കേസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് 1969 1969 കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള കേരള ലാൻഡ് റിഫോംസ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ഈ ആക്ടും അതുപോലെ തന്നെ ഈ കേരള ലാൻഡ് റിഫോംസ് അമെന്റ്മെന്റ് ആക്ടിനെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഈ ഒരു ആക്ട് അന്ന് ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നത് കാരണം ജുഡീഷ്യറി ഇത് വോയിഡ് ആണ് അല്ലെങ്കിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് 29th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1972 എന്ത് ചെയ്തു, ഇതിന്റെ 9th ഷെഡ്യൂളിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ ഈ രണ്ട് ആക്ടുകളെയും, അതായത് കേരള ലാൻഡ് റിഫോംസ് അമെന്റ്മെന്റ് ആക്ടിനെയും അതേപോലെ തന്നെ 29th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിന്റെയും വാലിഡിറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേശവാനന്ദ ഭാരതി കൊടുത്ത കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. കാരണം 1967 ഗോലക്നാഥ് കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഫണ്ടമെന്റൽ റൈറ്റിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകളിലൂടെ പോലും എന്ത് ചെയ്യാൻ പാടില്ല, പാർലമെന്റിന് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് പവർ അല്ല, അതുപോലെ തന്നെ അതൊരു നിയമമായിട്ട് കണക്കാക്കുന്നത് കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിലൂടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വിധിയുടെ വയലേഷൻ ആണ് ഇതൊന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് കാരണം ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും പറഞ്ഞുകൊണ്ടാണ് കേശവാനന്ദ ഭാരതി ഈ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കേസ് പരിഗണിച്ചതിന്റെ കൂടെ അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഗോലക്നാഥ് കേസിന്റെ വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗോലക്നാഥ് കേസിന്റെ വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന 24th അമെന്റ്മെന്റ് ആക്ടിന്റെ വാലിഡിറ്റിയും ഇതേ കേസിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട്. കാരണം 24th അമെന്റ്മെന്റ് ആക്ടിലൂടെ എന്താ ചെയ്തത്, ഗോലക്നാഥ് കേസിനകത്ത് പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടുകൾ ലോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 13 ലോ എന്ന് പറയുന്ന ടേമിന്റെ പരിധിപ്പെടുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമതായിട്ട് എന്ത് പറഞ്ഞു, ആർട്ടിക്കിൾ 368 ഒരു സെപ്പറേറ്റ് പവർ അല്ല പറയുന്നത്, പകരം ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 368നെയും ആർട്ടിക്കിൾ 13നെയും അമെന്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള അമെന്റ്മെന്റ് ആക്ട് ആണ് 24th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് 1971. അതേ വർഷം തന്നെ വന്നിട്ടുള്ള മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ആണ് 25th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. 25th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 31C എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 31C പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കകത്ത് പറയുന്ന ആർട്ടിക്കിൾ 39 ക്ലോസ് ബിയും അതേപോലെ തന്നെ ക്ലോസ് സിയും, ഈ രണ്ട് ക്ലോസസും നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന നിയമങ്ങൾ. ആർട്ടിക്കിൾ 39 ക്ലോസ് ബിയോ ക്ലോസ് സിയോ, ആർട്ടിക്കിൾ 39 ക്ലോസ് ബിക്കകത്ത് പറയുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഫോർ കോമൺ ഗുഡ് എന്നാണ്. 39 ക്ലോസ് സിക്കകത്ത് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചാണ്. ഈ രണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന നിയമങ്ങൾ ആർട്ടിക്കിൾ 14നെയോ ആർട്ടിക്കിൾ 19നെയോ ആർട്ടിക്കിൾ 31നെയോ വയലേറ്റ് ചെയ്തു എന്ന കാരണത്താൽ ആ നിയമങ്ങൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തത് എന്നാണ് 31C പറയുന്നത്. അല്ലെങ്കിൽ 39 ക്ലോസ് ബിക്കും ക്ലോസ് സിക്കും ഈ ആർട്ടിക്കിൾ 14നെക്കാട്ടിലും 19നെക്കാട്ടിലും 31നെക്കാട്ടിലും പ്രൈമസി കൊടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് 31C. ഈ 31Cനെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യുന്നത് 25th അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ചാണ്.
പക്ഷേ ഈ 25th അമെന്റ്മെന്റ് ആക്ടിനകത്ത് മറ്റൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അതായത് ഇതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അതായത് ഈ പറയുന്ന രണ്ട് ക്ലോസസ് നടപ്പിലാക്കാൻ വേണ്ടി വരുന്ന നിയമങ്ങൾ 14നെയോ 19നെയോ 31നെയോ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന അഡീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലോസസിനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു വരുന്ന ഒരു നിയമം. ആ നിയമത്തിനകത്ത് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഇതിന് വേണ്ടിയിട്ടാണെന്നൊരു നിയമത്തിനകത്ത് പറയുന്നുണ്ടെങ്കിൽ ആ നിയമം ഫണ്ടമെന്റൽ ഈ പറയുന്ന 14നെയോ 19നെയോ 31നെയോ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. സോ അപ്പൊ അത് മിസ്യൂസ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഈ ക്ലോസ് അവിടെ ഉള്ളത്. സോ അത് കാരണം ഈ 25th അമെന്റ്മെന്റ് ആക്ടിനെയും വാലിഡിറ്റി ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ പോലെ കേരള ലാൻഡ് റിഫോംസ് അമെന്റ്മെന്റ് ആക്ട്, 24th അമെന്റ്മെന്റ് ആക്ട്, 25th അമെന്റ്മെന്റ് ആക്ട്, അതേപോലെ തന്നെ 29th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്, ഈ 4 നിയമങ്ങളുടെയും വാലിഡിറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ കേസ് വരുന്നത്. അല്ലെങ്കിൽ ഈ കേസിനകത്ത് പ്രധാനമായിട്ടും പരിശോധിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതി പരിശോധിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ അമെന്റ് ചെയ്യാനുള്ള പാർലമെന്റിന്റെ അധികാരത്തിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെന്റ് എത്രത്തോളം ആണെന്നാണ്. അത് ഈ 24th അമെന്റ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് നോക്കുന്നത്. അതേപോലെ തന്നെ ഗോലഖ്നാഥ് കേസിന്റെ വിധിയെ ഒന്ന് റിവൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ ഗോലഖ്നാഥ് കേസിന്റെ വിധിയെ റിവൈസ് ചെയ്യേണ്ടി വന്നത് കാരണം, അല്ലെങ്കിൽ ആ ഗോലഖ്നാഥ് കേസിന്റെ വിധിയെ കൂടി പരിശോധിക്കേണ്ടി വന്നത് കാരണം, ഞാൻ നേരത്തെ പറഞ്ഞു ഗോലഖ്നാഥ് കേസിന്റെ വിധി പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് വരെ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ബെഞ്ചായിരുന്നു, ഒരു 11 ജഡ്ജിമാരുടെ ബെഞ്ചായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. സോ ആ വിധിയെ പരിശോധിക്കേണ്ടി വന്നത് കാരണം, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യേണ്ടി വന്നത് കാരണം, അതിനെക്കാട്ടിലും വലിയൊരു ബെഞ്ചാണ് കേശവാനന്ദ ഭാരതി കേസിന്റെ വിധി പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കേസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ മൊത്തം 13 ജഡ്ജിമാരുള്ള ഒരു ബെഞ്ചായിരുന്നു ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ഗോലഖ്നാഥ് കേസിന്റെ വിധി പോലെ തന്നെ ഒരു വളരെ ടൈറ്റ്ലി ആയിട്ടുള്ള ഒരു വിധിയായിരുന്നു കേശവാനന്ദ ഭാരതി കേസിന്. 13 ജഡ്ജിമാരിൽ 7 പേര് ഒരു വിധി പറഞ്ഞപ്പോൾ 6 പേര് ഡിസെൻഡിങ് നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ ഒരാളുടെ മെജോറിറ്റിയിലാണ് ആ വിധി മാറുന്നത്. ഓക്കെ, സോ അപ്പൊ എന്തായിരുന്നു ആ വിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിധിയിലൂടെ പ്രധാനമായിട്ടും കോടതി ചെയ്തത് ഈ പറയുന്ന കേരള ലാൻഡ് റിഫോംസ് അമെന്റ്മെന്റ് ആക്ട്, അതേപോലെ തന്നെ 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്, 25th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്, 29th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്, ഈ നിയമങ്ങളുടെയൊക്കെ വാലിഡിറ്റി അപ്ഹോൾഡ് ചെയ്തു. ഈ നിയമങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ 25th ആ രണ്ടാമത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്ലോസ്, അത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ക്ലോസ്, അത് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്തു. ബാക്കിയുള്ള എല്ലാ രീതിയിലും, അതായത് 25th അമെന്റ്മെന്റ് ആക്ട് പാർഷ്യലി, ബാക്കിയുള്ള നിയമങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ആയിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അല്ലെങ്കിൽ അതിനകത്ത് തെറ്റൊന്നുമില്ല എന്ന് കോടതി പറഞ്ഞു. 25th കേസിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസം വന്നു. പക്ഷെ ഇതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ട് കോടതി പറഞ്ഞ വിധിയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കോടതി പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ കാര്യമായിരുന്നു. അതായത് സുപ്രീം കോടതി എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അപ്ഹോൾഡ് ചെയ്തതിലൂടെ സുപ്രീം കോടതി എന്ത് ചെയ്തു, പാർലമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം കൂടി സംഭവിച്ചു. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെ ഫണ്ടമെന്റൽ റൈറ്റിനെ റെസ്ട്രിക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യാൻ അധികാരം ഉണ്ടെന്ന് ഇംപ്ലിസിറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പാർലമെന്റ് 24th അമെന്റ്മെന്റ് ആക്ടിലൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ 13 ഒരു എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആർട്ടിക്കിൾ 368 അനുസരിച്ച് വരുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകൾ ആർട്ടിക്കിൾ 13 വരുന്ന ലോ എന്ന് പറയുന്ന ടേമിട്ട് പരിധിപ്പെടില്ല. സോ അപ്പൊ ആ കാര്യം സുപ്രീം കോടതി അംഗീകരിച്ചു. സുപ്രീം കോടതി എന്ത് പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും അല്ലെങ്കിൽ എന്ത് കാര്യവും അമെന്റ് ചെയ്യാനുള്ള അധികാരം ആർട്ടിക്കിൾ 368 അനുസരിച്ച് ഇന്ത്യൻ പാർലമെന്റിനുണ്ട്. സോ 24th അമെന്റ്മെന്റ് ആക്ടിനകത്ത് പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടുകൾ എന്നല്ല, ലോ അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്, ഫണ്ടമെന്റൽ റൈറ്റിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെ റെസ്ട്രിക്ട് ചെയ്യോ അബ്രോഗേറ്റ് ചെയ്യോ അല്ലെങ്കിൽ അതിനെ അതോട്ട് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്റർഗേഷൻ ആയിട്ടോ വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല. ഓക്കെ, രണ്ടാമതായിട്ട് എന്ത് പറഞ്ഞു, 24th പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു ആർട്ടിക്കിൾ 368 മാറ്റം വരുത്തിയിട്ട് അതൊരു പവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യം സുപ്രീം കോടതി അംഗീകരിച്ചു. ശരിയാണ്, പാർലമെന്റിന് 2 അധികാരങ്ങളുണ്ട്, ഒന്ന് ലെജിസ്ലേറ്റീവ് പവറും 2 കോൺസ്റ്റിറ്റ്യൂന്റ് പവറും. കോൺസ്റ്റിറ്റ്യൂന്റ് പവറിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 368 പറയുന്നത്, അതും അംഗീകരിച്ചു. ഓക്കെ, പക്ഷേ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സുപ്രീം കോടതി അഡീഷണൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗത്തിന് വേണമെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള എന്ത് കാര്യം വേണമെങ്കിലും പാർലമെന്റിന് അമെന്റ് ചെയ്യാം. ഓക്കെ, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്ത്യൻ ഭരണഘടനക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ചില ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ മലയാളത്തിൽ അടിസ്ഥാന ഘടന എന്നൊക്കെ പറയും. സോ ഈ അടിസ്ഥാന ഘടനയെ അല്ലെങ്കിൽ ഈ ബേസിക് സ്ട്രക്ചറിനെ മാത്രം എന്ത് ചെയ്യരുത്, ഒരു തരത്തിലും ആൾട്ടർ ചെയ്യരുത്, അത് പെർമനന്റ് ആയിട്ട് അങ്ങനെ നിലനിൽക്കണം. ഓക്കെ, ഇനി എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഫൗണ്ടേഷണൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള ചില കൺസെപ്റ്റുകളും ഉണ്ട്. അതില്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന സ്പിരിറ്റ്ലെസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ആത്മാവില്ലാത്തതായിട്ട് മാറും. ഓക്കെ,
പക്ഷെ ഇങ്ങനെ വളരെ കാവ്യാത്മകമായിട്ട് ഒരു കോട്ടൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താണ് ബേസിക് സ്ട്രക്ചർ എന്നുള്ളത് ഇവര് ക്ലിയർ ആയിട്ട് ഒരു ഡെഫിനിഷൻ തന്നില്ല. അതിനുവേണ്ടി നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില അതിനകത്ത് പറഞ്ഞിട്ടുള്ള എത്തോസോ അല്ലെങ്കിൽ ഫിലോസഫീസോ അല്ലെങ്കിൽ കൺസെപ്റ്റുകളോ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പാർലമെന്റിന് മാറ്റാൻ പറ്റില്ല. അങ്ങനെ പാർലമെന്റിന് മാറ്റാൻ പറ്റാത്ത പെർമനന്റ് ആയിട്ട് അവിടെ നിലനിൽക്കേണ്ട ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിൻസിപ്പിൾസിനെ അല്ലെങ്കിൽ കൺസെപ്റ്റുകളെ അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിനെയാണ് ബേസിക് സ്ട്രക്ചർ ആയിട്ട് പറയുന്നത്. പക്ഷെ എന്താണ് ബേസിക് സ്ട്രക്ചർ എന്നോ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്രിൻസിപ്പിൾ മീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയാസ് എന്താണെന്നോ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നുള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റീവ് ആയിട്ടുള്ള ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെഫിനിഷനോ കോടതി ഇതിലൂടെ തന്നില്ല. കോടതി പറഞ്ഞു അത് അങ്ങനെ തരല് ഇറ്റ്സ് നിയർലി ഇമ്പോസിബിൾ ആണ്. സോ അതിന്റെ ആ ഒരു ഫംഗ്ഷനെ ഒരിക്കലും മീറ്റ് ചെയ്യില്ല. അത് കാരണം ഭാവിയിൽ വരുന്ന ജഡ്ജ്മെന്റുകളിൽ അല്ലെങ്കിൽ ഇനി തുടർന്ന് വരുന്ന കേസുകളിൽ കോടതികൾക്ക് എന്ത് ചെയ്യാം, ആ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് ഈ പറയുന്ന ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് അവർക്ക് ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അത് കാരണം പിന്നീട് കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള പല പല കേസുകളിലായിട്ട് സുപ്രീം കോടതിയുടെ പല പല ബെഞ്ചുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ പല കാര്യങ്ങളും, ഇന്ത്യൻ ഭരണഘടനയിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടോ ഇംപ്ലിസിറ്റ് ആയിട്ടോ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫെഡറലിസം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിക്കലും എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്യാത്ത ഒരു ടേമാണ്, അത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്യുലറിസം, ഓക്കെ, റൂൾ ഓഫ് ലോ, ഇങ്ങനെയുള്ള അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, സെപ്പറേഷൻ ഓഫ് പവർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സുപ്രീം കോടതി പിന്നീട് ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഈ 73ക്ക് ശേഷം വന്നിട്ടുള്ള പല ജഡ്ജ്മെന്റുകളിലൂടെയും ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ പുതുതായിട്ട് ഒരു കാര്യം ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി ആഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പാർലമെന്റിന്റെ ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള അധികാരം അത്രത്തോളം ലിമിറ്റഡ് ആയി എന്നുള്ളതാണ്. കാരണം ഒരു സാധനം ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ പാർലമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനെ പിന്നെ മാറ്റാൻ പറ്റില്ല, ബാക്കിയുള്ള കാര്യങ്ങളെ ആൾട്ടർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ഇതിനകത്ത് ഈ ലിസ്റ്റിനകത്ത് എണ്ണം കൂടുന്തോറും പാർലമെന്റിന്റെ അധികാരങ്ങൾ കുറഞ്ഞു വരികയാണ്. സോ ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ ഡിക്ലെയർ ചെയ്തതിലൂടെ അല്ലെങ്കിൽ കേശവാനന്ദ ഭാരതി കേസിന്റെ ഏറ്റവും വലിയ ഫാർ റീച്ചിങ് ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, അത് പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡിങ് പവേഴ്സിനെ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്കുള്ള അധികാരങ്ങളെ കൃത്യമായിട്ട് അങ്ങ് ലിമിറ്റ് ചെയ്തു. സോ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് വലുതാവും തോറും പാർലമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ അധികാരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിലൂടെ പലപ്പോഴും പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള പല ഭരണഘടനാ ഭേദഗതികളും സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ആണ് 2015 വന്നിട്ടുണ്ടായിരുന്ന 99th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആക്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്ന NJAC എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി. ഓക്കെ, രണ്ടാമതായിട്ട് ഇത് ജുഡീഷ്യറിനെ ഏത് തരത്തിലാണ് ബാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുഡീഷ്യറിയുടെ ജുഡീഷ്യൽ റിവ്യൂ പവേഴ്സ് എക്സ്പെണൻഷ്യൽ ആയിട്ട് വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാത്ത ആംബിഗ്യസ് ആയിട്ടുള്ള ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഡോക്ട്രൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ ഇവരെന്ത് പറഞ്ഞു, ഇനി വരാൻ പോകുന്ന കോടതികൾക്കും അതേപോലെ തന്നെ ഈ വരാൻ പോകുന്ന ബെഞ്ചസും എന്ത് ചെയ്യണം, ഇതെന്താണെന്ന് ആ സിറ്റുവേഷൻസ് അനുസരിച്ച് സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് ഡിഫൈൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. സോ അതിന്റെ അർത്ഥം എന്താണ്, ഈ പറയുന്ന പിന്നീട് പല കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിഫറെന്റ് ബെഞ്ചസിന് ഡിഫറെന്റ് സുപ്രീം കോടതി ബെഞ്ചസിന് എന്ത് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമെന്ന് തീരുമാനിക്കാൻ പറ്റും. സോ അത് കാരണം ആ ബെഞ്ചിന്റെ അല്ലെങ്കിൽ ആ സർക്കംസ്റ്റാൻസിനനുസരിച്ച് ഇവർക്ക് ഈ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ബേസിക് സ്ട്രക്ചർ എന്താണെന്നും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് തീരുമാനിക്കാനുള്ള ഒരു അധികാരം കൊടുത്തതിലൂടെ ജുഡീഷ്യൽ റിവ്യൂ പവേഴ്സ് ഒരു മടങ്ങ് വർദ്ധിച്ചു. കാരണം ഈ ടേമിനൊരു ഡെഫിനേഷൻ ഇല്ലാത്തത് കാരണം പാർലമെന്റ് പാസ്സാക്കുന്ന ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് ആക്ടും ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഇവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. കാരണം ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് ഡിഫൈൻഡ് അല്ല. ഓക്കെ, സോ അപ്പൊ ആ തരത്തിൽ ജുഡീഷ്യൽ റിവ്യൂ പവേഴ്സ് ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മൾ ഈ പറയുന്ന ആക്ച്വലി ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമല്ല ബേസിക് സ്ട്രക്ചറും കേശവാനന്ദ ഭാരതി കേസും. ഇത് നമ്മൾ UPSC മെയിൻസിനൊക്കെ പഠിക്കുന്ന സമയത്ത് ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ കോടതികളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ പവേഴ്സിനെ വളരെയധികം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാരണക്കാരനായിട്ടുള്ള ഒരു കേസാണ് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അല്ലെങ്കിൽ കേശവാനന്ദ ഭാരതി കേസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പാർലമെന്റ് വിസാബി ജുഡീഷ്യറി എന്നുള്ള രീതിയിൽ ഒരു കമ്പാരിസൺ വരുമ്പോഴും ഈ പറയുന്ന പാർലമെന്റിന്റെ മുകളിൽ ചില കാര്യങ്ങളൊക്കെ ജുഡീഷ്യർക്ക് അപ്പർ ഹാൻഡ് കിട്ടാനുള്ള ഒരു റീസണും ഈ പറയുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ ആണ്. ഓക്കെ, സോ ഈ തരത്തിൽ വലിയ രീതിയിൽ ഒരു ഫാർ റീച്ചിങ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. ഇതിന്റെ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എന്തെങ്കിലും മറ്റേതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു സെഷൻ്റെ അകത്ത് കമന്റ് ആയിട്ട് ഒരാൾ അസാമത്തെ NRC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ഒരു കേസ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ മറ്റേതെങ്കിലും കേസസ് നിങ്ങൾക്ക് കേസസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും UPSC സിവിൽ സർവീസ് പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റേത് ടോപ്പിക്കും നിങ്ങൾക്ക് ഇതേപോലെ ലെക്ചേഴ്സ് ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ അതും നമ്മൾ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആസ്ക് IASന്റെ ടെലിഗ്രാം ചാനലിലൂടെ ഒരു 1 ഇയർ ഫ്രീ ആയിട്ടുള്ള സിവിൽ സർവീസ് പ്രിപ്പറേഷൻ പ്ലാൻ നമ്മളിപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. സോ അപ്പൊ അതിനകത്ത് കഴിയുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. അതിനുള്ള ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.